ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ സാന്റോസുമായുള്ള കോൺട്രാക്റ്റ് ഈ മാസത്തോടു കൂടിയാണ് പൂർത്തിയാവുക. ഇത് പുതുക്കാനുള്ള ശ്രമങ്ങൾ സാന്റോസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷേ നെയ്മറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ സജീവമാണ്. ഏതായാലും ഗ്ലോബോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഒരു റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട്. അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നലെ രാവിലെ നെയ്മർ ജൂനിയർ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. സാന്റോസിനെ അറിയിച്ചുകൊണ്ട് റിയോ ഡി ജനീറോയിലെ അമേരിക്കൻ കോൺസുലേറ്റ് നെയ്മർ സന്ദർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അമേരിക്കയിലേക്ക് പ്രവേശിക്കാനുള്ള വിസ പ്രക്രിയകൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് നെയ്മർ അമേരിക്കൻ കോൺസുലേറ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. വരുന്ന ക്ലബ്ബ് വേൾഡ് കപ്പ് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. പല ക്ലബ്ബുകൾക്കും നെയ്മർ ജൂനിയറെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്മർ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നതിന്റെ ഭാഗമാണോ ഇത് എന്ന് പലരും സംശയിച്ചിരുന്നു. എന്നാൽ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ലുക്കാസ് മുസേറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപ്ഡേറ്റുകൾ കൂടി നൽകിയിട്ടുണ്ട്. അതായത് ഇക്കാര്യത്തിൽ നെയ്മറുടെ ക്ലബ്ബായ സാന്റോസിന് ആശങ്കകൾ ഒന്നുമില്ല. നെയ്മർ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കില്ല എന്ന് തന്നെയാണ് സാന്റോസ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം നെയ്മർ ശാരീരികമായും പൂർണ്ണമായും സജ്ജനല്ല. അതുകൊണ്ട് തന്നെ 100% ഓക്കെ ആവാൻ വേണ്ടിയാണ് നെയ്മർ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് സാന്റോസിനെ താരം അറിയിച്ചിട്ടുള്ളത്. ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ നെയ്മർ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് സാന്റോസിന്റെ ഒരു വിശ്വാസം വരുന്നത്. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോവാൻ വേണ്ടിയാണ് നെയ്മർ ഈ ഒരു വിസ പ്രൊസീജിയർ ശരിയാക്കിയിട്ടുള്ളത്. ഏതായാലും പല ക്ലബ്ബുകൾക്കും നെയ്മറിൽ താല്പര്യമുണ്ട്. ഫ്ലൂമിനൻസ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ നെയ്മറെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ നെയ്മർ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.